എപ്പോ നോക്കിയാലും ഷോപ്പിംഗ് ആണല്ലോ. പ്രവാസിയാണെന്ന് ഓർത്തോ? അപാര ധൈര്യം തന്നെ. ഞാൻ ഇച്ചിരി അടിച്ചു പൊളിച്ചാലും കുഴപ്പമൊന്നുമില്ല. എനിക്ക് ധൈര്യത്തിന് KSFE പ്രവാസി ചിട്ടിയുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ റൂമിൽ വെച്ച് രജിസ്റ്റർ ചെയ്തില്ലേ, ആ KSFE പ്രവാസി ചിട്ടിയിൽ ഞാൻ അന്ന് തന്നെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് ജോയിൻ ചെയ്തായിരുന്നു. ഏത് ചിട്ടിയാണ് എടുത്തത്? ഞാൻ ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിൽ 50 ലക്ഷത്തിന്റെ 100 മാസ ചിട്ടിയാണ് എടുത്തത്. ആദ്യ തവണ 50,000, തുടർന്ന് 37,500 ഉള്ളൂ. ഓരോ മാസവും ഡിവിഡൻസ് കിട്ടുമല്ലോ. ഈ ചിട്ടിയിൽ ഏകദേശം 40 മാസം വരെയും ആകെ തുകയുള്ളൂ. എനിക്കത് 7 തവണ നറുക്കിൽ 35 ലക്ഷം രൂപയ്ക്ക് ചിട്ടി കിട്ടി. ഞാനത് KSFE ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് അങ്ങിട്ടു. അതിന് ഫോർമാലിറ്റീസ് ഇല്ലേ? ജാമ്യം ഒക്കെ കൊടുക്കേണ്ടി വരില്ലേ? നീ ഒന്ന് പോയേ. നിന്നോട് ഇത് ആരാ പറഞ്ഞേ? അതിന് യാതൊരുവിധ ഫോർമാലിറ്റീസും ഇല്ല. ആപ്പ് വഴി ഇവിടെ ഇരുന്ന് ഈസി ആയി നിനക്ക് ചെയ്യാം. ചിട്ടിപ്പണം KSFE ഡെപ്പോസിറ്റ് ചെയ്യുന്നതിൽ ഒരു ജാമ്യവും വേണ്ട. അതിന് മാസം തോറും എനിക്ക് 25,000 രൂപ മുകളിൽ ഇങ്ങോട്ട് മാസ പലിശ കിട്ടുകയും ചെയ്യുന്നു. അത് കൊള്ളാലോ. ചിട്ടിയിൽ നിന്ന് മാസം ഒരു തുക റിട്ടേൺ കിട്ടുന്നത്. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് 35 ലക്ഷം രൂപയുടെ പലിശ ലഭിക്കണമെങ്കിൽ നമ്മൾ ആകെ തുക ബാങ്കിൽ അത് ഡെപ്പോസിറ്റ് ചെയ്യണം. എത്ര വർഷം ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്താൽ 35 ലക്ഷം രൂപയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് നമുക്ക് സമ്പാദിക്കാൻ കഴിയും? ഞാൻ 7 മാസമായി ഈ ചിട്ടിയിൽ അടച്ച തുക ഒന്ന് നോക്കിയേ. എനിക്ക് കിട്ടിയതോ 35 ലക്ഷം രൂപ. എനിക്ക് കിട്ടുന്നത് 35 ലക്ഷം രൂപയുടെ റിട്ടേൺ ആണ്. മറ്റ് ഇൻവെസ്റ്റ്മെന്റുകളായിട്ട് നീ ഇതൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. മറ്റെല്ലാ ഇൻവെസ്റ്റ്മെന്റിലും നമ്മൾ അടച്ച തുകയ്ക്കുള്ള റിട്ടേൺ ആണ് നമുക്ക് കിട്ടുന്നത്. ചെറിയ തവണ തുകയിൽ വലിയ തുക നമുക്ക് കിട്ടുന്നത് KSFE ചിട്ടിയിൽ മാത്രമാണ്. അപ്പൊ 50 ലക്ഷത്തെ ചിട്ടിക്ക് 35 ലക്ഷം അല്ലേ കിട്ടിയത്? ഈ ചിട്ടിയിൽ മാക്സിമം 47 ലക്ഷം രൂപ വരെ ലേലത്തിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. 100 മാസം കാലാവധിയുള്ള ചിട്ടികളിൽ തുടക്കത്തിൽ 30% കുറച്ച് വിളിച്ചെടുത്ത ഫിക്സഡ് ഡെപ്പോസിറ്റ് ആക്കുന്നത് ഒരു മികച്ച ഓപ്ഷനാണ്. എനിക്ക് മാസം തോറും ഒരു നല്ല തുക റിട്ടേൺ കിട്ടുന്നുണ്ട്. ഒന്നെങ്കിൽ ഈ തുക ചിട്ടിയുടെ തവണയിൽ കുറവ് വരുത്താം, അല്ലെങ്കിൽ ഈ ഇൻട്രസ്റ്റ് വെച്ച് അവസാനം ഒരു 52-55 ലക്ഷം മുകളിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആക്കി മാറ്റാം. ഈ ചിട്ടിയിൽ മാക്സിമം അടവ് 43 ലക്ഷത്തിന് അടുത്ത് മാത്രം. വീട് വെക്കാനോ മക്കളുടെ വിദ്യാഭ്യാസത്തിനോ ബാങ്ക് വായ്പ പകരമായി ഈ ചിട്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാൻ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തില്ല. എടാ, അന്ന് പെട്ടെന്ന് അത് കംപ്ലീറ്റ് ചെയ്യേ. KSFE പ്രവാസി ചിട്ടി ആപ്പില്ലേ, അതിലുടൻ തുടങ്ങാൻ പോകുന്ന എല്ലാ ചിട്ടികളും കാണാൻ പറ്റും. ഇത്തരം കാര്യങ്ങൾ പിന്നത്തേക്ക് മാറ്റി വെക്കരുത്. ഞാൻ അന്ന് തുടങ്ങിയത് കൊണ്ട് ഇപ്പൊ ചിട്ടിയുടെ കുറച്ച് തവണകൾ എനിക്ക് അടയ്ക്കാൻ പറ്റി. അപ്പൊ പിന്നെ പേടിക്കണ്ട, നീ ധൈര്യം ഷോപ്പ് ചെയ്തോ.